പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാ പാട്ടുകാരൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാ പാട്ടുകാരൻ. ഗാനലോല വേദികളിൽ ഏഴുമൂതുമാട്ടിടേൻ. ഗാനലോല വേദികളിൽ ഏഴുമൂതുമാട്ടിടേൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഹായ് മക്കളെ, അപ്പോൾ അമ്മയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോഴേ അമ്മ രാവിലെ ചായ ഇട്ടിട്ടുണ്ട്. ഉണ്ട് ചായ, ഇന്ന് ചായയാണ് ഇട്ടത്. എല്ലാ ദിവസവും കട്ടൻ ചായയാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മ ചായ കുടിക്കും. അപ്പോൾ അമ്മ ചായ കുടിക്കാന്ന് എല്ലാ മക്കളും രാവിലെ ചായയൊക്കെ കുടിച്ചോ? ഇവിടെ ഭയങ്കര മഴയാണ്, കൊല്ലത്ത് ഭയങ്കരമായ മഴ. അപ്പോൾ അമ്മ ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിക്കട്ടെ. അപ്പോഴേ മക്കളെ അമ്മയ്ക്ക് നല്ല സൂപ്പർ ചൂര ഇട്ടിട്ടുണ്ട്. വലിയ ചൂര ഉണ്ടാ. ഇത് കൊല്ലത്ത് കമ്പോളത്തിൽ പോയി വെച്ചാൽ 100 രൂപ കിട്ടും. പക്ഷെ വീട്ടിൽ കൊന്നും മേടിച്ചുകൊണ്ട് 150 രൂപയായി. അത് അടിപൊളി ചൂരയാട്ടോ. എന്നാ വലിയ ചൂര ഉണ്ടാ. അപ്പോഴേ അമ്മ ഈ ചൂര കഴിയുന്നത് പോയി കണ്ടിട്ടെടുക്കട്ടെ. അതാണ്ട് അമ്മ ചോറ് വേവിക്കുന്നുണ്ട്, സാമ്പാർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അമ്മ മീനില്ലേ, മീനൊന്ന് കണ്ടിച്ച് വെച്ചിട്ട് കാണിക്കാം. അപ്പോഴേ അമ്മ ആ മീനൊക്കെ കണ്ടിച്ച് വെട്ടി കഴുകി വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചോറ് തിളയ്ക്കുന്നു. അമ്മ സാമ്പാർ വെച്ചത് കാണ്ട് സാമ്പാർ സൂപ്പർ സാമ്പാറുണ്ട്. അപ്പം അമ്മ ഗോതമ്പ് ദോശയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. ഗോതമ്പ് ദോശ മാവൊക്കെ കലക്കി വെച്ചപ്പോൾ അമ്മ ദോശക്കുള്ള മാവ് ഒഴിക്കട്ടെ. നിങ്ങളൊക്കെ രാവിലെ എല്ലാം ആഹാരമൊക്കെ കഴിച്ചോ? അമ്മ ഗോതമ്പ് ദോശക്കകത്ത് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. സ്വല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം. അപ്പം അമ്മ ചുടട്ടെ, ചുട്ടിട്ട് കാണിക്കാം. അമ്മ താണ്ടേ ഗോതമ്പ് ദോശയൊക്കെ ചുട്ട് വെച്ച് കണ്ട നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാർ ഗോതമ്പ് ദോശയിൽ കഴിക്കുവാണേ. നല്ല കൂടുതൽ സൂപ്പർ സാമ്പാറിനകത്ത് സാമ്പാർ മസാല ദോശ ഉണ്ടാക്കും. ഗോതമ്പ് ദോശ ഉണ്ടാക്കും. നല്ല മഞ്ഞ കളർ, ചെറിയ മഞ്ഞ കളറുണ്ട്. അപ്പോൾ മഞ്ഞപ്പൊടി ഇച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചൂടുണ്ടതല്ലേ, ചൂട് ഗോതമ്പ് ദോശ പിച്ച് സാമ്പാർ മുക്കി ഞാൻ അങ്ങനെ കഴിച്ചോ? നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടോടെ കഴിക്കണം, എങ്കിലേ ടേസ്റ്റുള്ളൂ. അടിപൊളി സൂപ്പർ ടേസ്റ്റ്. സാമ്പാർ മുക്കി കഴിക്കുക. എല്ലാവരും രാവിലെ എന്തൊക്കെയാണ് കഴിച്ചത്? ആഹാരം കഴിച്ചോ രാവിലെ? ഇല്ലെങ്കിൽ വന്നാൽ നല്ല ചൂട് സാമ്പാറും ചൂട് ഗോതമ്പ് ദോശയും തരാം. അപ്പം അമ്മ ഇത് കഴിക്കട്ടെ. അപ്പോൾ നമ്മളാ ചൂര കഴുകി വെച്ചത് ഇനി നമ്മളാ കറി വെക്കാൻ പോവുകയാണ്. അപ്പം അതിനുള്ള സാധനങ്ങളാണ്: പുളി പിഴിഞ്ഞത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു നുള്ളിട്ടിട്ടുള്ളൂ, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇത്രയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിനകത്ത് നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ വേണ്ടേ വളരെ കുറച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വളരെ കുറച്ചെണ്ണയിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതിനകത്തോട്ട് നമുക്ക് കടുകിടാം. കടുക് ഒരു എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 1/2 സ്പൂൺ കടുക് വേണ്ടേ, 1/2 സ്പൂൺ കടുക്, ഒരു 1/2 സ്പൂൺ ഉലുവ, ഇത് രണ്ടും ഇട്ടിട്ടുണ്ട്. അത് പൊട്ടട്ടെ. അത് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് കടുക് ഉലുവയും താണ്ട് പൊട്ടിയിട്ടുണ്ട്. പൊട്ടുന്നുണ്ട, കടുക് ഉലുവയും നല്ലോണം പൊട്ടുന്നു. അതിനകത്തോട്ട് നമുക്ക് ഉലുവയും കടുകും പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര നമുക്ക് അതിനകത്തോട്ട് ഇട്ടെടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വരട്ടെ. അപ്പം അതിനകത്തോട്ട് നമുക്ക് ഉപ്പിടാം. നമുക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് വഴറ്റി വെക്കും. അതെ, ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന്
മൂക്കട്ടെ ഒന്ന് വയറ്റി എടുത്തിട്ട് നമുക്ക് മസാലപ്പൊടി അതാണ് വയറട്ടെ. ഉള്ളിയൊക്കെ താണ്ടെ വയറ്റി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും. അപ്പം നമുക്ക് അതിനകത്തൊരു മുളക് പൊടി ഒരു 3.5 ടീസ്പൂൺ, വലിയ ടീസ്പൂണിന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കുഞ്ഞ് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ വലിയ ചൂരയായതുകൊണ്ട് നമ്മൾ 3.5 സ്പൂണ് മുളക് പൊടി ചേർത്തേക്കുന്നത്. 3 സ്പൂൺ മുളക് പൊടി. ഇനി ആ മുളക് പൊടി നമുക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലോണം മൂക്കണം. നല്ലോണം മൂക്കണം. മൂത്തതിന് ശേഷം മാത്രമേ നമുക്ക് വെള്ളം ഒഴിക്കാവൂ. പുളി അമ്മ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടക്കംപുളി ഇല്ല. അടക്കംപുളി ഉണ്ടായിരുന്നെങ്കിൽ 2 അടക്കംപുളി ഇട്ടാൽ മതിയായിരുന്നു. അടക്കംപുളി ചേർന്നു. മുളക് പൊടി ഒന്ന് മൂക്കട്ടെ. നല്ലോണം മൂക്കണം. മുളക് പൊടി നല്ലോണം മൂക്കണം. മുളക് പൊടി മൂത്തതിന് ശേഷം നമുക്ക് പുളി ചുരുങ്ങി മൂക്കട്ടെ. 1 മിനിറ്റ് കൂടെ ഇളക്കണം. ആ മുളക് പൊടിയുടെ ആ മല്ലിപ്പൊടിയുടെ ഒക്കെ ചെവയൊന്ന് മാറണം. ഈ കറി ഇന്നെടുക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റായിരിക്കും നാളെ എടുക്കുമ്പോൾ. അത് പച്ചമുളകൊക്കെ തേച്ചാൽ കറി, പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ഒരു 2 ദിവസം നമുക്ക് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതാകുമ്പോൾ ഒരാഴ്ച വരെ നമുക്ക് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പം മുളക് പൊടിയൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം വളരെ കുറച്ച്, ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് പിഴിഞ്ഞുകൂടി ഒഴിക്കാം. അതെ, പിഴിഞ്ഞുകൂടി. വെള്ളം കുറവാണ്. കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഇതിന് ഈ അരപ്പൊന്ന് നല്ല തിളക്കട്ടെ. അതെ, നല്ല തിളക്കട്ടെ. ഉപ്പ് കുറവാട്ടോ. ഉപ്പ് കൂടാം. അതിൻ്റെ ഉപ്പ് കുറച്ച് ഉപ്പ് കൂടാം. ഉപ്പ് കുറവായിരുന്നു. കറി ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ചൂര കഷ്ണം ഇടാം. കറി തിളക്കട്ടെ. അടച്ച് വെച്ച് കൊടുക്കാം. കറി തിളക്കട്ടെ. അപ്പോഴും നല്ല കറിയൊക്കെ നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ. കറി നല്ല തിളച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇത് നമുക്കതിലോട്ട് ചൂര കഷ്ണം ഇട്ട് കൊടുക്കാം. ചൂര കഷ്ണം ഇട്ട് ഇനി നമുക്ക് തലയിട്ട് കൊടുക്കാം. ഇനി നമുക്കങ്ങോട്ട് അതെല്ലാം അമർത്തി കൊടുക്കാം. കഷ്ണങ്ങൾ അമർത്തി കൊടുക്കാം. ഇനി അത് നമുക്ക് അടച്ച് വെക്കാം. വേണ്ടേ, അടച്ച് വെച്ചിട്ട് അതോട്ട് വേവട്ടെ. അതാണ്ടേ കറിയൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. എന്താ അടിപൊളി കറിയാണ്. ഈ കറി നമുക്ക് ചെറിയ തീയിലിടാം. അത് ചെറുതായിട്ടൊന്ന് വറ്റി എണ്ണ തെളിയട്ടെ. അപ്പോൾ ഇതാ മീൻ കറിയൊക്കെ നല്ല തിളച്ച് വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് മീൻ കറി വെച്ച ഉടനെ അമ്മയുടെ മൂക്ക് ഈ തലയിൽ നിന്നിട്ട് മീൻ തിന്നാൻ കൂടി വരുന്നു. അപ്പോൾ നമ്മൾ അത് വിളമ്പി കൊടുക്കട്ടെ. തലയും അവൾക്കിങ്ങനെ മീൻ കറിയൊക്കെ വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചൂരത്തലയും അവൾക്ക് 2 കഷ്ണം മീനും
ചൂരയുടെ മീനും മുള്ളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മീനും ആ മുള്ളും അങ്ങോട്ട് ഇട്ടൊക്കെ അങ്ങോട്ട് കൊടുക്കട്ടെ ഉണ്ടാ. അപ്പോൾ അവൾ അങ്ങോട്ട് കഴിക്കട്ടെ. അപ്പോഴേ മക്കളെ എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? അപ്പോൾ അമ്മ ഊണ് കഴിക്കുകയാണ്. അതാണ്ട് ചോറില്ല ചോറ് അമ്മ ചോറിടുവാണ്. അവിടെ എന്തൊക്കെയാണ് നിങ്ങളുടെ വരുന്നത് കറികൾ? അമ്മ ഇന്ന് വെച്ചത് ഒറ്റ കറിയേ ഉള്ളൂ. ഒരു രാവിലത്തെ സാമ്പാർ, ചോറിട്ട് അതെ രാവിലത്തെ നമ്മളെ അടിപൊളി സാമ്പാർ, സൂപ്പർ സാമ്പാർ ഉണ്ടാ. അടിപൊളി സാമ്പാർ. പിന്നെ നമ്മുടെ ചൂരക്കറി വറ്റിച്ചത് കണ്ട, എണ്ണയൊക്കെ തുടങ്ങി സെറ്റായിട്ടിരിക്കുക ആ ചൂരക്കറി കണ്ട. ഇത്രയാണ് അമ്മയുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം. അപ്പം അമ്മ കഴിക്കട്ടെ. അമ്മയ്ക്ക് സാമ്പാറും ചോറും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആദ്യം സാമ്പാർ കൂട്ടി തന്നെ കഴിക്കാം. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന സാമ്പാർ നമുക്ക് കിട്ടുന്നു, നല്ല രുചിയാണ്. എനിക്ക് സാമ്പാറിൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. അമ്പലത്തിലെ സാമ്പാർ ഒരു അടിപൊളിയാണ്. ചൂരമീൻ നല്ല മീനായിരുന്നു കേട്ടോ, നല്ല മീനായിരുന്നു. അപ്പോൾ ചൂരക്കറിയും കൂട്ടി സാമ്പാറും കൂട്ടി അമ്മ ചോറ് കഴിക്കട്ടെ. മക്കളെ, അപ്പോഴമ്മ കുളിച്ച് ഒരുങ്ങി ഇരിക്കുകയാണ് അമ്പലത്തിൽ പോകാനായിട്ട്. മഹാനവമിയല്ലേ, അപ്പോൾ കൊല്ലത്ത് അമ്മച്ചിയുടെ മഹാദേവ ക്ഷേത്രത്തിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം മക്കളെ. അപ്പോഴമ്മ കുളിച്ച് ഒരുങ്ങിയിരിക്കുകയാണ്. അമ്മ ക്ഷേത്രത്തിൽ പോവുകയാണ്. കൊല്ലത്ത് അമ്മച്ചിയുടെ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലാണ് അമ്മ പോകുന്നത്. മഹാനവമിയല്ലേ, അപ്പോൾ അമ്മ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോഴേ മക്കളെ അമ്മ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇതാ വന്നിട്ട് ഇതാ അമ്മ പൊറോട്ട വാങ്ങിച്ചോണ്ട് വന്നേ. പൊറോട്ട വേണ്ടേ, പൊറോട്ട ഗ്രേവി ഒഴിച്ച് വാങ്ങിച്ചോണ്ട് വന്ന് 4 പൊറോട്ട. അപ്പം അമ്മ ഇത് കഴിച്ചു നോക്കട്ടെ, നല്ല ടേസ്റ്റായിരുന്നു ഗ്രേവി ഒഴിച്ച് കഴിക്കുന്നത് കേട്ടോ. അമ്മ ഗ്രേവി ഒഴിച്ച് കഴിക്കുകയാണ്. നിങ്ങൾ ആഹാരമൊക്കെ കഴിച്ചോ? അപ്പം എല്ലാവരും ആഹാരം കഴിക്കണം രാത്രി. അപ്പം അമ്മ ആഹാരം കഴിക്കുകയാണ്. അപ്പം അമ്മ ഇത് കഴിച്ചിട്ട് എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം. ടാറ്റാ.